അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിന്ന് മാളം ദ്വീപിലേക്ക് ഇങ്ങനെ പോവാണ്. പിന്നെ പോകണതിനൊരു കാരണമുണ്ട്. നമ്മൾ ഇവിടെ ഒരാളെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങേരോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയണം. ആളൻ ദ്വീപിലെ മൂപ്പര് പഴയ ആളാണ്. മൂപ്പര് കുറേ കഥകൾ പറയാമെന്ന് അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ മൂപ്പരെ കാണാൻ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ മൂപ്പരിവിടെ എത്ര 10-50 വർഷം മുന്നുള്ള ആളാണ്. അപ്പോൾ മൂപ്പര് അന്നത്തെ കാലങ്ങളും പാലുണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരിക്കുന്നു. മൂപ്പരൊന്ന് കണ്ടൊക്കെ പോയിട്ടാ. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ആളം പാലത്തിൻ്റെ അടുത്താണ്. ദ്വീപിലേക്ക് കയറാൻ പോണ ആ ഭാഗത്താണ്. അത് നമ്മളിവിടെ ഒരാളെ പരിചയപ്പെട്ട് മൂപ്പരോട് 1-2 കാര്യം ചോദിക്കാനാണ്. ആളം ദ്വീപിനെ പറ്റിയിട്ട് എത്ര ആൾക്കാർ താമസമുണ്ട് എന്നൊക്കെ ഉള്ളത്. എന്താന്നിട്ട് വിശേഷങ്ങളൊക്കെ? ഞാനിവിടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കടൻ്റെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു, ചായക്കടൊക്കെ. അത് നിങ്ങളെ കണ്ടുപിടിയത് നന്നായി. എൻ്റെ പേര് വാസു. ഇവിടെ കുറേ കാലമായി താമസം? അത് ശരി. ഇവിടെ മൊത്തം എത്ര വീടുണ്ടാവും? ആളം ദ്വീപിൽ അല്ലേ? ആദ്യമൊക്കെ കുറേ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ 9, എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ 9 വീട്ടുകാർ ഞങ്ങൾ ഹിന്ദുക്കളുണ്ട്. ആകെ 9 വീട്ടുകാർ. പിന്നെ മറ്റുള്ള ആൾക്കാർ 10-20 വീടിൻ്റെ നീലകണ്ഠവും ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്നാണ്ട് വളർന്നാണ്. അപ്പോൾ മൊത്തം ഒരു 30 വീടുള്ളത് ഇപ്പോൾ 100-200ൻ്റെ അടുത്തായി. ഇനിയും വീടുകൾ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. മക്കളൊക്കെ. അതാണ് സംഗതി. ഇതിൽ തന്നെ ഇപ്പം എത്ര വീടിനാ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഒന്നും വീടുണ്ടാകാത്ത സ്ഥലമായിരുന്നു അല്ലേ? ഒരു വീടുണ്ടായിരുന്നു. ഞങ്ങള് ആദ്യം ഇവിടെ ഇരുന്ന് താമസിച്ചിരുന്നു. ശരി. പിന്നെ പോവാനും വരാനൊക്കെ എങ്ങനെയായിരുന്നു? പിന്നെ ആരെങ്കിലും മഞ്ചിയിലൊക്കെ കിടക്കണുണ്ട്. പിന്നെ പഞ്ചായത്ത് ഒരു മഞ്ചി ഇട്ട് തന്നു. പിന്നെ അത് പോയിട്ട് പിന്നെ കയറിട്ട് വലിക്കലായി. അങ്ങേതാലും കയറിട്ട് വലിക്കുക. ഒരു കയറ് വേടി, ഒരു കയറ് അപ്പുറത്ത്. അങ്ങണ്ട് എത്തണ ഒരു കയറ് അവിടുന്ന് കണ്ട്, അങ്ങണ്ട് എത്തണ ഒരു കയറ് അങ്ങണ്ട്, ഒരു കമ്പക്കയറ് 2 എണ്ണം. അപ്പം അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ അവിടെ വന്നാ ഇവിടെയാണെങ്കിൽ ഇവിടെ നിന്നാണ് വിൽക്കുക. ഇപ്പുറത്ത് അവിടെ നിന്നുണ്ട് ആൾക്കാർ വന്നതിന് ശേഷം ഇവിടെ കാര്യമായിട്ട് നിൽക്കും. അപ്പം അങ്ങോട്ട് വിരിക്കും. അവിടെ കാര്യം നിൽക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വിരിക്കും. ആരെ വന്നിച്ചാ വന്നവര്. ആ പാലം എന്ന് മുതലായത്? ആദ്യം പാലം വന്നത് നമ്മളെ MP ഗംഗാന്റെ മന്ത്രി കാലത്താണ്. നടപ്പാലം കെട്ടിട്ടുണ്ട്. 4 ലക്ഷം ഉറുപ്പ്യ പാസ്സാക്കിയിട്ട് ഒരു പാലം കിട്ടി. അത് കുറച്ച് കാലം കഴിഞ്ഞ് പാലം അതിൽ കൂടെ വണ്ടിയൊക്കെ പോയിരുന്നോ? വണ്ടി ഓട്ടോറിക്ഷ പോയി. ഓട്ടോറിക്ഷ മാത്രമേ പോവുള്ളൂ. 4 വീലറിനൊന്നും ഇതില്ല അല്ലേ? വണ്ടി. അതെന്താ അന്ന് അങ്ങനെ ഉണ്ടാക്കാൻ കാരണം? അതിനുള്ള ബഡ്ജറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ ചാവക്കാട്ടുകാരെ ചേറ്റുവക്കാരായിട്ട് ഒരു പാർട്ടി എടുത്തിട്ട് ഇവിടെ ഒരു ഷെഡൊക്കെ കെട്ടിയിട്ട് പോലെ ഇട്ടുകൊണ്ട് പോയി. നമ്മളെ കൂരയില നാണെന്ന് പറയുന്ന ആളറിയോ? കൂരയിലാണോ? ഇവിടെ ഈ ഭാഗത്തുള്ളതെന്ന് തോന്നുന്നല്ലേ? കുറുങ്ങില്. ഞാൻ അപ്പോൾ പിന്നെ മൂപ്പരാണ് ഏറ്റെടുത്ത്. അപ്പോൾ ഗംഗാരം പറഞ്ഞ് കണക്ക് ഇതുമ്പോൾ നഷ്ടം വന്നാൽ ഞാൻ വേറെ എവിടെയെങ്കിലും ആയിട്ട് അങ്ങനെ കെട്ടി. പിന്നെ ആ വർഷത്തിൽ തന്നെ പാലം പൊളിഞ്ഞു പൊട്ടി. വർഷം കൂടി നോക്കുമ്പോൾ കുടിയൊക്കെ വെള്ളം കയറുന്നതായിരുന്നു. അപ്പോൾ ആ കണ്ണി കൂടിയാണ് പോയി തീരുന്നത്. അപ്പോൾ പാറയുമെന്നൊന്നുമല്ല കാലേ, പാലം പൊട്ടി. വീണ്ടും ദുരിതത്തിലായി. പിന്നെ ഇയാള് ഈ കാശ് കിട്ടണ്ടേ, കാശ് പാസ്സായി കിട്ടിയിട്ടില്ല. അതിൻ്റെ മുന്നേ പൊട്ടി. പാലം ഉദ്ഘാടനം ചെയ്തിട്ടില്ലേ, നമ്മളെ വർഷം വന്ന് പൊട്ടി. അപ്പോൾ പിന്നെ ആ ഒരു ഇങ്ങനെ അയാളാണെങ്കിൽ
ഭയങ്കര പേടിത്തോടിയായിരുന്നു. അത് അവിടെ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് ഇങ്ങനെ നോക്കും. എന്നിട്ട് അന്നൊക്കെ എനിക്ക് ഒരു നല്ല സമയമൊക്കെ ആണ്. നിങ്ങൾ ചെറുപ്പാണ്? ചെറുപ്പാ. അന്നൊരു 10-20 വയസ്സുണ്ടാവുള്ളൂ. 20 അല്ല, ഒരു 40. അങ്ങനെ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് ഇങ്ങനെ നോക്കും ആ ചിറക്കലേക്ക്. അപ്പോൾ അന്ന് ചിറയൊക്കെ അങ്ങനെ കാണാൻ പാലം ഇതൊക്കെ. അപ്പോൾ അയാൾ ചോദിച്ചു, ഇവിടെ ആരോ ഒന്ന് പൊട്ടിക്കുകയാണ്, കയ വയ്ക്കുകയാണ് ഈ റോഡിൻ്റെ ഇതിൽ. ഒരു കയറ് ഇവിടെ ഒരു കയം മുറിക്കുക, റോഡാണ്. അപ്പോൾ നാണേട്ടൻ്റെ പണി സാധനം ഒന്നും കൊണ്ടുപോയിട്ടില്ല, അതൊക്കെ അവിടെ ഷെഡിലിരിക്കുന്നുണ്ട്. അപ്പം ആ വീട് കെട്ടിയ ഷെഡില്ലേ, ആ വലിയ വീടാണ്, അതിലൊരു ഷെഡ് എത്തിയിട്ട് അതിലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ മുറിക്കാന്ന് പറഞ്ഞു. അപ്പോൾ കയ മുറിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഇവിടെ ഒരു കയവം മുറിച്ചാൽ ഞങ്ങൾക്കാണ് കടക്കാൻ എന്താ ചെയ്യാന്നുള്ളത്. വെള്ളം പോണ്ടേ അല്ലേ? ആ വെള്ളം ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് മാർദ്ദവം കുറയും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ കഴവ മുറിക്കാൻ. ഈ വെള്ളം നിൽക്കുന്ന കാരണമാണ് അവിടെ പൊട്ടാൻ കാരണം. ഒഴിഞ്ഞു പോകാനുള്ള സ്ഥലമില്ല. അങ്ങനെ അത് ഞാനേറ്റ് ശരിയാക്കി തരാന്ന്. നിങ്ങൾക്ക് പോകാനുള്ള സൗകര്യം മുട്ടിയിട്ട് തരണ്ട്, പലകെട്ട് തരണ്ട്, 2 ഭാഗം കെട്ടിയിട്ട്. ഞാൻ പൊട്ടിക്കാന്ന് പൊട്ടിച്ചു. നിങ്ങളാണ്ട് ഏറ്റെടുത്ത് അങ്ങനെ കയ പൊട്ടിച്ച് 2 കഴവ അപ്പുറം ഇപ്പുറം കൊണ്ട് പൊട്ടിച്ച് അവർ പലകണ്ട് കൊടുത്തിട്ട് അണ്ട് നടന്നു. അപ്പം ജനങ്ങളൊക്കെ നടന്നു. പിന്നെ പാലം പൊളിച്ച്. പിന്നെ പാലം പൊളിക്കാൻ പിന്നെ ശ്രീരാമകൃഷ്ണന്റെ പാലാണിത്. അത് ആദ്യത്തെ പാലം പൊളിച്ചിട്ടല്ലേ? ഇല്ല, അത് പൊളിക്കാതെ, അത് പൊളിച്ച് പണിയെടുക്കാൻ പാടുള്ളൂ എന്ന് എഞ്ചിനീയറുടെ. ഏത് എഞ്ചിനീയർ വന്നാലും ആ പാലം പൊളിക്കണം, നേരെ പൊളിക്കാൻ പറ്റും. അങ്ങനെ ആ ഈ കോൺട്രാക്ടർ എന്നോട് പറഞ്ഞേ, ഇതിൻ്റെ തെക്കേ അരിയത്തുകൂടങ്ങൾ മണ്ണാണ്ടിട്ടോളൂ, പാലം പൊളിക്കാൻ. 200 ലോഡ് മണ്ണ് കൊടുത്തിട്ട് ആ വലിയ ടിപ്പർ എന്നിട്ട് ഇത് കൊടുന്നിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ പാലത്തിൻ്റെ അടി അങ്ങനെ. അപ്പോൾ പാലം പിന്നെ പൊളിക്കേണ്ടി വന്നില്ല. പാലത്തിൻ്റെ അടി പോയില്ലേ, പാലം ഇങ്ങനെ ചെരിഞ്ഞ്. അപ്പം എന്നിട്ട് ആ സ്ഥാനത്ത് മാറ്റിയിട്ടാണ് പിന്നെ. അല്ല, ആ മണ്ണിട്ടോടത്ത് തന്നെ. പിന്നെ അതിന് ശരിക്കും കണ്ട് അത് ഇങ്ങോട്ട് ഒഴിവാക്കി. ആദ്യത്തെ അവശിഷ്ടങ്ങളൊക്കെ കൊണ്ട് ഒഴിവാക്കി. അപ്പോൾ വേറെ ഫില്ലറൊക്കെ വാർത്ത് അടിപൊളിയായിട്ട് പാലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പാലം ഉണ്ടാവില്ല. ഇങ്ങനെയായിരുന്നു കമ്പി. ശരിയാ. ഈ വിരലിന്റെ മെറ്റലും സിമെന്റും എങ്ങനെ ഇതിന്റെ ഉള്ളിൽ കൂടെ പോകാം. നല്ല കോൺട്രാക്ടർമാരായിരുന്നു. ഇപ്പൊ നമ്മൾ ചോരാത്ത രീതിയിലുള്ള അടുപ്പുള്ള കണ്ണീർ വെച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ അതിശയിച്ച്. ഇതിന്റെ ഉള്ളിൽ കൂടെ അപ്പൊ ഈ മെറ്റലും സിമെന്റും ഒക്കെ പോകണ്ടേ. 12 കാലാണ് 3 കണ്ണിക്ക്, 4 കാല്. അപ്പൊ അത്ര ഉറപ്പുള്ള പാലാണ്. ഉറപ്പുള്ള പാലാണ്. അപ്പൊ അന്ന് പിന്നെ ആ പണി ഇന്ന് 1 കൊല്ലം നിന്നല്ലേ? 1 കൊല്ലത്തിലേറെ നിന്ന്. അപ്പൊ ഈ മണ്ണ് ഇവിടെ കൊടുത്തിടുമ്പോ ഇവിടെ ഉള്ളൊരു കുറെ ആൾക്കാർ കളിയാക്കി. അതെ, ഇപ്പൊ 4 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചെല്ലുന്നത്. അത് മുടക്കുക. അങ്ങനെ ഇതിന്റെ മുകളിലുള്ളവർ തന്നെ നമ്മൾ തളർത്തുക. അങ്ങനെ കണ്ടിരിക്കണ്. 1 കൊല്ലത്തെ വർഷത്തിൽ ആളം ഇത് മുത്തിയെടുക്കണ്. എല്ലാവരും ഇതില്ല, ഗതാഗതം ഇല്ല എന്ന് പറഞ്ഞിട്ട് മനോരമ ഓഫീസിലിരിക്കാൻ ഒരു ഭാഗമില്ല എന്ന് പറഞ്ഞിട്ട് മനോരമ ഓഫീസിൽ നിന്ന് ഒരു 3 ആള് ഒരു ചുവന്ന കാറിൽ ഇങ്ങനെ വരണം. അല്ലേ നിൽക്കട്ടാ പറയും. ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ ഓഫാക്കടാ അതിൽ ഞാൻ ഇവിടെ ഉണ്ട്. അപ്പം എന്നോട് ചോദിച്ചു, എവിടെയുണ്ട് ഈ ആളം ഇത് ഗതാഗതം മുട്ടി ഇറക്കണമെന്ന് പറയുന്നത്. ഞങ്ങൾക്ക് മനോരമ ഓഫീസിലിരിക്കാൻ ഒരു ഭാഗമില്ലല്ലോ. അവർ 3 ആൾ ഒരു ചുവന്ന കാറിലാണ് വന്നതാണ്. 1 ചെറുപ്പക്കാർ
ചെക്കന്മാര്. അപ്പോൾ ഇവിടുത്തെ ഇത് കണ്ടില്ലേ, ഈ പാലപട വരെ ഇതിന് വേണ്ടിയിട്ടാണ് മനോരമക്കാർ അവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇടവ് പാലം, ആളം പാലം, പിന്നെ ഇപ്പുറം പാലം, നേരത്തെ പോയ അവിടെ ഉണ്ട് പാലം, പാലം അല്ലേ? ഇതൊക്കെ പിണറായി ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ കയറ്റി പണിയെടുത്തതാണ്. അതാണ്. അപ്പോൾ അങ്ങനെയാണ് പാലം അങ്ങനെ ഇത് വന്നത്. അപ്പോൾ ഇപ്പോൾ വണ്ടികളൊക്കെ വന്ന് ഇപ്പോൾ നമ്മൾ നല്ല സുഖമായിട്ട് ഇപ്പോൾ പാലം വലുതായി എന്നുള്ള പരാജയം. നന്നാലും പ്രശ്നം, വെടക്കായാലും പ്രശ്നം. അത് രണ്ട് കാര്യവും പറയും. അതെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചായും ആൾക്കാർ. അതൊന്നും ഇപ്പോൾ നോക്കാം. എന്നാലും ഇപ്പോൾ ജനങ്ങൾക്ക് നല്ല സൗകര്യമായിട്ട് വരാനായി. പാലം കെട്ടാൻ വന്നപ്പോൾ ഇവിടെ തടസ്സക്കാർ ഇവിടെയാണ്. ഞങ്ങൾ പറഞ്ഞു ഞാനേട്ടങ്ങൾ ഒരു ഇതിന് പേടിക്കണ്ട, ഞങ്ങൾ ഒപ്പുണ്ട്. ശരി, ഒരു മിനിറ്റ്. പക്ഷേ നമ്മൾ ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഇവിടെ വീടുകളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര പാടായിരുന്നു അല്ലേ? അയ്യോ, ഞാനേ എനിക്കൊരു വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് വല്യാട്ടിൽ കല്ല് വെട്ടിട്ട്, ആ കല്ല് വെട്ടിയിട്ട് മഞ്ചിക്ക് കൊടുന്നിട്ട് വണ്ടിക്ക് കൊടുന്നിട്ട് ആ ചിറക്ക് ഇറക്കിയിട്ട് അവിടുന്ന് മഞ്ചിക്ക് കണ്ട് കൊടുന്നിട്ട് എന്നിട്ട് ഇവിടെ പുഴയുടെ വക്കത്ത് ഇറക്കിയിട്ട് അവിടുന്ന് തലക്ക് ഏറ്റിട്ട് പെരയെ കൊടുത്തിട്ടാണ് എന്നിട്ടാണ് വീടുണ്ടാക്കി. അന്നൊരു ചെറുകല്ലിന് എന്താ വില എന്നറിയും? 5 റുപ്യ അല്ല, 75 റുപ്യ. 75 റുപ്യ 100 കല്ല്. അപ്പോൾ 75 പൈസ. ഇന്നിപ്പോൾ 75 റുപ്യ ഒരു കല്ലിന്. ഇന്നൊരു കല്ലിന് 75 റുപ്യ. 100 കല്ലിൻ്റെ വില അന്നത്തെ 75, ഇന്ന് ഒരു കല്ലിൻ്റെ വില ആയി മാറി അല്ലേ? പിന്നെ നമ്മൾ ഗുഡ്സൊക്കെ പോണ ടൈമിൽ പിന്നെ കുറച്ചും കൂടി സൗകര്യം. അപ്പോൾ ആ ഗുഡ്സിൽ അവിടെ അക്കരക്ക് ലോറി വന്ന് ഇറക്കിയതിൻ്റെ ശേഷം ഗുഡ്സിന് സാധനങ്ങൾ. ഇപ്പോൾ പിന്നെ ലോറി തന്നെ വരാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലുണ്ട് ഇത് ഉണ്ടായത് നന്നായി. പക്ഷെ ഇതിൽ നിൽക്കുന്നവർക്കൊക്കെ ആഗ്രഹം ഇതാവണം തന്നെയാണ്. പക്ഷെ അവർ പറയാണ്ടിരിക്കാൻ പറ്റുമല്ലോ. അവരത് അങ്ങനെ മനോഭാവം അങ്ങനെ ആയി പോയല്ലോ. അതുകൊണ്ടാണ്. അപ്പോൾ പറഞ്ഞില്ലെങ്കിൽ അതൊരു കുറ്റല്ലേ? അത് എല്ലാ ഭാഗത്തുണ്ട്. അത് എവിടെ അങ്ങനെ തന്നെയല്ലേ, ഒന്നിനൊന്ന് എതിര് വേണ്ടേ? അങ്ങനെ ഒരു പറച്ചിൽ എല്ലാവർക്കും ഉള്ളതാണ്. അപ്പം എന്ന് പറഞ്ഞാൽ അമ്മനെ വെച്ചാൽ 2 ഭാഗത്തും ആളുണ്ട് എന്ന് പറഞ്ഞ മാതിരിയാണ്. അപ്പം അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അപ്പം നമ്മളെ ഈ സംഗതികളൊക്കെ അങ്ങനെ തന്നെയാണ്. ഈ പാലം ഇത് പണി തുടങ്ങുമ്പോൾ അവിടെ ഒരു ചാനലുകാരൻ വന്നു. ഗ്രഹപ്പേക്ക് ഞാൻ തന്നെ അവിടെ ഉണ്ടായി. വിഎം കെട്ടിൻ്റെ ഉദ്ഘാടനത്തിന് പോയി. വിഎം റോഡ് അവിടെ നോക്കുമ്പോഴും ഞാൻ തന്നെ. എല്ലാവരും ചോന്ന കള്ളി ഷർട്ട് തന്നെ. എല്ലാവരും അറിയാം ഈ പണി ഉണ്ടായോ, ഈ പണി ഉണ്ടായോ. അദ്ദേഹം ചോദിച്ചു എന്താണ് ഇതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് ചോദിച്ചു. പൈനി കാട്ടാമ്പാല ആ ഭാഗത്തു നിന്നുള്ള വെള്ളം മുഴുവൻ കണ്ട് ഈ വന്നിട്ട് വേണം കൊണ്ടുപോകും. അപ്പം ഈ കുടിവെള്ളം കയറാതെ ഇതിവിടെ നടന്നാൽ ഈ കൃഷിക്കാർക്കൊക്കെ നല്ല കാര്യമാണ്. നമ്മൾ അതിൽ ഇത് എന്തിനാണ് ഈ പാലം വന്നത്, എന്താണ് ഇതുകൊണ്ട് ഉള്ള സുഖം, എന്താണ് നിങ്ങൾക്ക് അതിൽ ചാനലിൽ വന്നിട്ട് ചോദിച്ചപ്പോൾ അതൊക്കെ പറഞ്ഞു. അല്ല, ഇതിനുള്ള സുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് യാത്ര ചെയ്യണ്ടേ? വണ്ടിയിൽ യാത്ര ചെയ്യണ്ടേ? അല്ലെങ്കിൽ ഇങ്ങനെ വണ്ടി വരും, വഞ്ചി തന്നെ ആശ്രയിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഇതിപ്പോൾ ഇതാ ഗ്രഹപ്പേക്ക് ഞാൻ ഇപ്പോൾ നിങ്ങളെ കുഴപ്പമില്ല. നമ്മളുള്ള കാര്യങ്ങളും അനുഭവകഥകളും പറയാനാണ്. അപ്പം നമുക്ക് ഇന്നത്തെ നമ്മളെ താരം എന്താ പേര്? ഇന്നത്തെ നമ്മളെ താരം ആളത്തുള്ള വാസേട്ടനാണ്. വാസേട്ടനാണ് ഇന്നത്തെ നമ്മളെ താരം. അപ്പോൾ വാസേട്ടൻ്റെ കഥകളാണ്, അനുഭവ കഥകളാണ് ഇപ്പോൾ പറഞ്ഞത്. എല്ലാവരും ഇതൊക്കെ അനുഭവ കഥയാണ് വാസേട്ടൻ പറയുന്നത്. വാസേട്ടൻ കുറേ കാലമായി. വാസേട്ടന് ഇപ്പോൾ 72 വയസ്സായി. 81 വയസ്സായ വാസേട്ടനാണ്. അപ്പോൾ നമ്മളോട് ഈ കഥകളൊക്കെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് കേട്ടപ്പോൾ ഒരു അത്ഭുതമുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ താരം വാസേട്ടനാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ലൈക്ക് കമൻറ്റ് ഒക്കെ ബെല്ലൈക്കനും കൂടി അമർത്തുക. ഓക്കെ, താങ്ക് യു വാസേട്ടാ. ഒരു ബൈ ബൈ പറഞ്ഞിക്ക്.